പാലത്തായി പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട ബി.ജെ.പി. നേതാവിന് ചട്ടം ലംഘിച്ച് പരോൾ അനുവദിച്ചു സർക്കാർ. ബലാത്സംഗ കേസിലെ കുറ്റക്കാർക്ക് സാധാരണ പരോൾ അനുവദിക്കരുതെന്ന ജയിൽ ചട്ടം ലംഘിച്ചാണ് പത്മരാജന് പരോൾ നൽകിയത്. സർക്കാരും ഡിജിപിയും ചേർന്ന് 27 ദിവസത്തെ അവധിയാണ് പത്മരാജന് അനുവദിച്ചത്. ശിക്ഷ റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് പത്മരാജന് സർക്കാർ സാധാരണ പരോൾ നൽകിയത്. ഫെബ്രുവരി 3-ന് സഹോദരി മരിച്ചതിന്റെ പേരിൽ ജയിൽ സൂപ്രണ്ട് 3 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് സർക്കാരും ജയിൽ ഡിജിപിയും ഇടപെട്ട് സാധാരണ അവധി കൂടി നൽകിയത്. 12 ദിവസം ജയിൽ ഡിജിപിയും 15 ദിവസം സംസ്ഥാന സർക്കാരും പത്മരാജന് ഇളവ് അനുവദിച്ചു. ജീവിതാന്ത്യം വരെ തടവ് ശിക്ഷ ലഭിച്ചവർക്ക് സാധാരണ പരോൾ അനുവദിക്കരുതെന്ന ജയിൽ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് സർക്കാരിന്റെ ഇടപെടൽ. പോക്സോ കേസിലെ കുറ്റക്കാരന് ഹൈക്കോടതി പോലും പരോൾ നൽകുന്ന പതിവും നിലവിലില്ല. കടുത്ത ചട്ടങ്ങളും നിയന്ത്രണങ്ങളും നിലനിൽക്കുന്നതിനിടെയാണ് രാഷ്ട്രീയ എതിരാളിയായ പത്മരാജനോട് ഇടത് സർക്കാർ കനിവ് കാട്ടിയത്. ബി.ജെ.പിയും CPM-ഉം തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധമാണ് പത്മരാജന് വേണ്ടിയുള്ള അനർഹമായ ഇടപെടലിന് പിന്നിലെന്ന് റിജിൽ മാക്കുറ്റി ആരോപിച്ചു. CPM-മാർ BJP ഒന്നിച്ചാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് CPM-മാർക്ക് പരോൾ കൊടുക്കും, BJP-ക്കാർക്ക് പരോൾ കൊടുക്കുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ഒരു നയത്തിന്റെ ഭാഗമാണ്. പാലത്തായി പോലത്തെ ഒരു കേസിനകത്ത് പ്രതിയാണ് ശിക്ഷിക്കപ്പെട്ടിട്ട് അയാൾക്ക് പരോൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്നുള്ളത് ഈ നാട് തിരിച്ചറിയേണ്ടതാണ്. പോക്സോ കേസിലെ പ്രതിക്ക് സാധാരണ പരോൾ നൽകിയത് ഗൗരവമേറിയ വിഷയമാണെന്ന് KK രമ MLA-യും പ്രതികരിച്ചു. പോക്സോ കേസിലെ പ്രതികൾക്ക് പോലും പരോൾ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്ന് പറയുന്നത് നമ്മുടെ നിയമവാഴ്ചയെ പോലും വെല്ലുവിളിക്കുകയാണ്. അതാണ് സത്യത്തിൽ കേരളത്തിലെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2020-ലാണ് 4ാം ക്ലാസ്സുകാരിയെ അധ്യാപകനായ BJP നേതാവ് കുനിയിൽ പത്മരാജൻ പീഡിപ്പിച്ചത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും തെളിവില്ലെന്ന് പറഞ്ഞു തള്ളിയ കേസിൽ പെൺകുട്ടിയും കുടുംബവും നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് പ്രതിയെ തലശ്ശേരി പോക്സോ കോടതി ജീവിതാന്ത്യം വരെ തടവിന് ശിക്ഷിച്ചത്. ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1, കണ്ണൂർ.